What a moment this is. Arsenal, the Premier League champions. നീണ്ട 22 വർഷങ്ങൾ സിറ്റിയും ചെൽസിയും യുണൈറ്റഡും ലിവർപൂളും ലെസ്റ്ററും അടക്കം മാറി മാറി വന്ന ഒന്നാം സ്ഥാനക്കാർ. നിർഭാഗ്യം കൊണ്ട് മാത്രം 5 തവണ രണ്ടാം സ്ഥാനക്കാരായി ആർസണൽ. കാലചക്രം പല കണക്കുകൾക്കും തീർപ്പ് കൽപ്പിച്ചപ്പോഴും പ്രീമിയർ ലീഗിന്റെ കനക കിരീടം ഗണ്ണേഴ്സിന് മുന്നിൽ ബാലികേറ മലയായി തന്നെ നിന്നു. 2003-04 സീസണിൽ പ്രൊഫസർ ആർസൻ വെംഗർക്ക് കീഴിൽ നടത്തിയ തേരോട്ടത്തിന് ശേഷം പ്രീമിയർ ലീഗ് കിരീടം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വെറും സ്വപ്നം മാത്രമായി മാറിയിരുന്നു. അവസാന 3 സീസണുകളിലും ഏറെ മുന്നിലായി നിന്ന ശേഷം അവസാന ലാപ്പുകളിലേക്ക് എത്തുമ്പോൾ വിയർക്കുന്ന കാഴ്ച. അതിനാവട്ടെ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് കോച്ച് ആർട്ടേറ്റയ്ക്ക് തന്നെ. സെറ്റ് പീസുകളാണ് ആർസണലിന്റെ ഏറ്റവും വലിയ ആയുധം. ഏറ്റവും കൂടുതൽ തവണ വല കുലുക്കിയതും സെറ്റ് പീസുകളിൽ നിന്ന് തന്നെ. എന്നാൽ അവർ ഏറ്റവും കൂടുതൽ കേട്ട പഴിയും സെറ്റ് പീസുകളെ അമിതമായി ആശ്രയിക്കുന്നു എന്ന് തന്നെയാണ്. അടിച്ചുകൂട്ടിയ ഗോളുകളിൽ 41% സെറ്റ് പീസുകളിൽ നിന്നാണ്. അതിൽ തന്നെ 75% കോർണർ കിക്കുകളിൽ നിന്ന്. ഡെക്ലൻ റൈസും സാക്കയും തൊടുക്കുന്ന കോർണർ കിക്കുകളെ ഗബ്രിയേൽ, സാലിബ, മറീനോ, ഹാവേർട്സ് തുടങ്ങിയവരുടെ ഉയരക്കൂടുതൽ കൈമുതലാക്കി വലയിലേക്ക് എത്തിക്കുന്നു. പ്രീമിയർ ലീഗിൽ ഇതൊരു സ്ഥിരം കാഴ്ചയായി മാറിയിരുന്നു. ഗണ്ണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മറ്റൊരു സ്ട്രോങ് പോയിന്റ് ഡിഫൻസ് ആണ്. ലീഗിലുടനീളം വളരെ മികച്ച രീതിയിലാണ് അവർ തങ്ങളുടെ പ്രതിരോധ കോട്ട കെട്ടി നിർത്തിയത്. ലോകത്തിലെ ഏറ്റവും മികച്ചൊരു ലീഗിലെ 38 മത്സരങ്ങളിൽ നിന്ന് ആകെ അവർ വഴങ്ങിയത് 26 ഗോളുകൾ. 19 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ്. അതായത് ലീഗിലെ പകുതി മത്സരങ്ങളിൽ പീരങ്കിപ്പട ഗോളുകളൊന്നും വഴങ്ങിയില്ലെന്ന് സാരം. കപ്പിനും ചുണ്ടിനുമിടയിൽ അവർ കാലിടറി വീണത് 1-2 തവണയല്ല. നേരിയ വ്യത്യാസത്തിൽ അവർ കപ്പ് കൈവിട്ട് കളഞ്ഞത് 5 തവണയാണ്. നിർഭാഗ്യത്തിന്റെ കഥകൾക്കിനി സ്ഥാനമില്ല. വർഷങ്ങൾക്ക് ശേഷം ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. ലീഗിലെ ഒരു മത്സരം ബാക്കി നിൽക്കെ പ്രീമിയർ ലീഗിന്റെ കനക കിരീടം എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു. 2 പതിറ്റാണ്ടിനിപ്പുറം പീരങ്കിപ്പട പ്രീമിയർ ലീഗ് എന്ന കിട്ടാക്കനിയുടെ മധുരം നുണയുന്നു. നോർത്ത് ലണ്ടന്റെ തെരുവുകളിൽ ആരവങ്ങൾ അലതല്ലുകയാണ്. ആരാധകർ മതിമറന്ന് ആഘോഷിക്കുകയാണ്. കാലത്തിന്റെ കാവ്യനീതി എന്നോണം ഈ കിരീടധാരണം അങ്ങേയറ്റം ആധികാരികമാണ്. A manager deserves Martin Odegaard leading the celebrations, but every single one of those players has played their part. Enjoy it. This is special. Special times, Mikel Arteta. He'll let the players get the adulation. He wants all his coaching staff with him and the backroom staff. Declan Rice there.